എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നല്ല കിട്ടിക്കാച്ചി വെറൈറ്റി കുറേ പ്ലാന്റൊക്കെ നമ്മൾ ആശ്രമ മൈതാനത്ത് മേളയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതൊക്കെ ഒന്ന് കാണാം. നല്ല സുന്ദരമായ ചെമ്പരത്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല സുന്ദരം ചെമ്പരത്തി, ഒരു രക്ഷയില്ലാത്ത നല്ല ബുഷായിട്ടുള്ള 1-2 മുട്ടൊക്കെയുള്ള നല്ല സുന്ദരമായ ചെമ്പരത്തിയുടെ പ്ലാന്റും, അതേപോലെ തന്നെ കവറിലുള്ള പ്ലാന്റും ചട്ടിയിലുള്ള പ്ലാന്റും, അതേപോലെ തന്നെ കുറേ പെറ്റൂണിയ പ്ലാന്റും, അതേപോലെ നല്ല കിടിലം വെറൈറ്റി റോസ് എന്നൊക്കെ പറയുന്നത് നല്ല സുന്ദരമായ റോസ്, ചെറിയ കവറിലുള്ള റോസ്, വലിയ കവറിലുള്ള റോസ്, ചട്ടിയിലുള്ള റോസ്, അതേപോലെ തന്നെ ഡാർക്ക് മഞ്ഞ കളറിലുള്ള ചെമ്പരത്തി, ഇതാണ്ട് അടിപൊളി റോസ്, ഇങ്ങനെയുള്ളവയെല്ലാം ഹായ് ഫ്രണ്ട്സ്, ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ തുടങ്ങിയവരും നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. അതിന് നമ്മളിവിടെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അതേപോലെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാം. അതേപോലെ തന്നെ കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നേഴ്സറിയിലോട്ടൊക്കെ ഒന്ന് വരാനായിട്ട് ശ്രമിക്കുക. ആശ്രമ മൈതാനത്താണ്. ആശ്രമ മൈതാനത്ത് എക്സിബിഷൻ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ചാലുവാകും. നമ്മളിപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് പേര് തിരക്കിടക്കുന്നത് ഇത്തരത്തിലുള്ള ചെമ്പരത്തി അല്ലേ, നല്ല 5 ഇതളുള്ള ചെമ്പരത്തി തിരക്കി കിടക്കുന്നവരുണ്ട്, നല്ല ഡാർക്ക് റെഡ് കളർ ചെമ്പരത്തി തിരക്കി നടക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ വെള്ള ഹവായി വൈറ്റ് ചെമ്പരത്തി തിരക്കി കിടക്കുന്നവരുണ്ട്. ഈ പ്ലാന്റൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലോഡ് വരുമ്പോൾ ആദ്യമേ കാണത്തുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ വിറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. കാര്യം വരുന്നവർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചെമ്പരത്തികൾ നോക്കി, ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന ഏറ്റവും നല്ല ചെമ്പരത്തി ഏതാണോ അതൊക്കെ നോക്കിയായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല റോസോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല എനിക്ക് ഇപ്പം ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളാണ്. അന്നേരം അവരൊക്കെ നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്ലാന്റും നല്ല നല്ല റേറ്റുകൾ ആദ്യമേ എടുക്കാനായിട്ട് ശ്രമിക്കും. അന്നേരം വീഡിയോ കാണുന്ന പക്ഷം കുറേ ദിവസം കഴിഞ്ഞൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്ലാന്റ് ഉദ്ദേശിച്ച് വരുന്ന പ്ലാന്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഒന്നും വിചാരിക്കരുത്. വീണ്ടും അടുത്ത ലോഡ് വരും, അതിനകത്ത് കാണും. ഉള്ളത് മാക്സിമം നോക്കാം. വീട്ടിലേക്ക് 2 ചെടി എടുത്ത് വെക്കാൻ പോലും നമുക്ക് അതിനകത്ത് പറ്റാൻ ചില സാഹചര്യങ്ങളിൽ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആശ്രമ മൈതാനം ഇതാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള സ്റ്റാളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. GST പേപ്പറും കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ ഉണ്ടായതുകൊണ്ട് സ്വല്പം ഡിലേ ആണ്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതിനെന്താണ്ട് കണ്ടില്ലേ, നമ്മൾ AVK ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അതായത് യൂണിസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്ത് AVK ഓഡിറ്റോറിയം ഉണ്ട്. അതിൻ്റെ നേരെ എതിർവശത്ത് ഗ്രൗണ്ടിലോട്ട്, അതായത് ആശ്രമം ഗ്രൗണ്ടിലോട്ട് കയറുന്ന വശത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ നേഴ്സറി കാണാം. നീല ഒരു ഷീറ്റ്, പച്ച ഷീറ്റും ചെടിയും ഒക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഏത് സൈഡിൽ നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ ഭാവിയിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റാൾ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം മറയും, അന്നേരം അകത്ത് കാണും. അന്നേരം വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10,000-2,500 സ്ക്വയർ ഫീറ്റോളം നമ്മളിപ്പോൾ നേഴ്സറി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 500 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിനും കൂടെ നമ്മൾ പ്ലാന്റ് വരാനുണ്ട്. അതും കൂടെ ഒക്കെ വരുമ്പം സെറ്റായി കിട്ടും. ഇപ്പം വന്നേക്കുന്ന ലോഡ് അതേപോലെ തന്നെ കലാത്തിയ, ലൂട്ടിയ, പെട്ര, അതായത് ഇലച്ചെടി വിഭാഗത്തിൽ പെട്ര പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പറയണ്ടല്ലോ. അവരെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല തെങ്ങും തൈയൊക്കെ ഇരിപ്പുണ്ട്, നല്ല മാവിനങ്ങളുണ്ട്, പ്ലാവിനങ്ങളുണ്ട്, അതേപോലെ കുറേ സാധനങ്ങളുണ്ട്. വരുമ്പോഴത്തേക്ക് കാണാൻ ശ്രമിക്കും. ഇനി ഓർക്കിഡിൻ്റെ ലോഡ് വരാൻ കിടപ്പുണ്ട്. അതേപോലെ തന്നെ വലിയ ഓല വിരിഞ്ഞ തെങ്ങും തൈയൊക്കെ ഒരുപാട് പേര് ചോദിച്ച് നടക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ തെറ്റി, നല്ല സുന്ദരമായ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. അന്നേരം നല്ല ബുഷായിട്ടുള്ള, അതിനകത്ത് ഫ്ലവർ ചെയ്ത കുറേ തെറ്റി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാകുമ്പോൾ സീസണില്ലാതെ പൂത്ത് കിട്ടുന്ന ഒന്നാണ് തെറ്റി. അതേപോലെ നമ്മളെ നിക്കോഡിയ പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ബാക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുണ്ടാക്കിയ കുറേ CC, അതായത് ബ്ലാക്ക് CC പ്ലാന്റ്, അതായത് സാമിയോഫോളിയ വെൽക്കം പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. ഇതോ ബാക്കിലിരിക്കുന്ന മൊത്തം ഫ്രൂട്ട് പ്ലാന്റുകളാണ്. സ്ട്രോബെറി, പേരയ്ക്ക, മുന്തിരിയൊക്കെ നല്ല സുന്ദരമായ മുന്തിരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ, പെട്രിയ പ്ലാന്റ് അറിയാമല്ലോ, സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന പെട്രിയ പ്ലാന്റ്, കുറേ സാധനം, അരാലിയ മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരുന്ന പക്ഷം വന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, നമ്മൾ ആശ്രമം മൈതാനത്ത് വന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കാണാൻ താണ്ടില്ല. ആ നീല ഷീറ്റ് എവിടെ കണ്ടാലും ഇനി പോരുന്നേക്കുക. നല്ല കിടിലമായിട്ടുള്ള നമ്മളെ നേഴ്സറി കണ്ടിട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് ലോഡ് വരുന്നതായിരിക്കും. എന്തായാലും കുറേ ദിവസം കാണും. ഏകദേശം ഒരു 10, 35, 40 ദിവസത്തിന് മുകളിൽ എന്തായാലും നമ്മളിവിടെ ഹാൾട്ടാണ് വരിക. ആവശ്യാനുസരണമുള്ള സാധനം സെലക്ട് ചെയ്ത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മളെ ചേട്ടന്മാരെല്ലാം ഉണ്ട്, താണ്ടില്ല, നമ്മളെ ചേട്ടന്മാരെല്ലാം ഇവിടെ കാണും. വന്നു കഴിഞ്ഞാൽ നോക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.